വന്ദനെ, എന്താ ഇത്? നിനക്കെന്താ പറ്റിയത്? എന്നോട് ഇങ്ങനെ പിണങ്ങാനുള്ള കാരണം എന്താ? വന്ദനെ, ഞാൻ ചോദിച്ചൊന്നും കേട്ടില്ലേ? ജഗ പ്ലീസ്, എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. മാത്രമല്ല അതിനെനിക്ക് താല്പര്യമില്ല. രാവിലെ മുതൽ വീട്ടുജോലികൾ ചെയ്ത് തളർന്നിരിക്കാൻ ഞാൻ. ഇതൊന്നും പോരാതെ ഹരിതയുടെ പ്രസവ ശുശ്രൂഷയുണ്ട്. അതുകൊണ്ട് വെറുതെ എന്നെ ശല്യം ചെയ്യരുത്. വന്ദനെ, ഞാനും ജോലി ചെയ്ത് തളർന്നു വന്നിരിക്കുക. ജോലി ചെയ്യുന്ന എനിക്ക് വേണ്ടി മാത്രമല്ല, നിനക്കും ദിയമോക്കും ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിനും വേണ്ടി കൂടിയാ. ദേ, എന്റെ ഭാര്യയാണ് നീ. നിന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതെനിക്കറിയണം. അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ആളാ ഞാൻ. പറ, നിനക്കെന്താ പ്രശ്നം? എന്തിനാണ് നീ എന്നോട് ഈ അകൽച്ച കാണിക്കുന്നേ? വന്ദനെ, എനിക്ക് നീയും ദിയമോളും മാത്രമേ ഉള്ളൂ. എന്നിട്ടാണോ ഞാൻ വീണ് നടുവെടുക്കാൻ പറ്റാതെ കിടന്നു എന്നറിഞ്ഞിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കുവോ, ഒരാശ്വാസവാക്ക് പോലും പറയുകയോ ചെയ്യാതിരുന്നത്? നീ വീണെന്നോ? എവിടെ? എന്നിട്ടെന്താ ആരും എന്നെ വിളിച്ചൊന്നും അറിയിക്കാതിരുന്നേ? ജഗ, ആരും വിളിച്ച് അറിയിച്ചില്ല എന്നൊന്നും കള്ളം പറയരുത്. വന്ദനെ, ഞാൻ പറയുന്നത് സത്യമാ. ദേ, ഈ കിടക്കുന്ന നമ്മുടെ ദിയമോളാണ് സത്യം. വന്ദന വീണുവെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പ്രകാശേട്ടൻ ജഗന്റെ ഫോണിൽ വിളിച്ചു എന്ന് പറഞ്ഞല്ലോ, അത് കള്ളായിരുന്നോ? ജഗൻ അത് കള്ളായിരുന്നു എന്ന് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. കാരണം ജഗനെ പ്രകാശേട്ടൻ ഫോണിൽ വിളിച്ചതിന്റെ തെളിവ് ഞാൻ കണ്ടതാ. വന്ദനെ, പ്രകാശേട്ടൻ എന്നെ എപ്പോഴും വിളിച്ചിരുന്നു. പക്ഷെ പറഞ്ഞു ഒന്നും ഞാൻ കേട്ടില്ല. റേഞ്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് യാത്രയിൽ വരുന്നു. ശരി, ജഗൻ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കാം. പ്രകാശേട്ടൻ വിളിച്ചപ്പോ റേഞ്ച് പ്രോബ്ലം കാരണം ഒരു പക്ഷേ ജഗൻ ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. അതെ, അതാണ് ശരി. പക്ഷേ ജഗന് പിന്നീട് പ്രകാശേട്ടനെ തിരിച്ചു വിളിച്ചുകൂടായിരുന്നോ? വന്ദന, ഞാൻ വിളിച്ചിരുന്നു. അപ്പോഴും പ്രകാശന്റെ ഫോൺ റേഞ്ച് പ്രോബ്ലം ആയിരുന്നു. സംസാരിക്കുന്നതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ശരി, അതും അങ്ങനെ ആയിക്കോട്ടെ. ജഗന് എന്നെ ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു. വിക്രമിന്റെ കമ്പനികളുടെ മീറ്റിംഗ് കാരണം എനിക്കതിന് പറ്റിയില്ല. അതായത് ജഗന്റെ ജീവിതത്തില് എനിക്ക് അത്രേ സ്ഥാനം ഉള്ളൂ എന്നർത്ഥം. വന്ദന, അതല്ല. കമ്പനി മീറ്റിംഗ് നടക്കുന്നതിനിടയിൽ വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചു. അത്യാവശ്യം തയ്യാറാക്കി കൊടുക്കാനുള്ള ഒരു വികസന രേഖ തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടി. എനിക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ഒഴിവാക്കാൻ പറ്റുന്നത് എന്നെയല്ലേ? വന്ദനെ, ഞാൻ ജഗന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഒന്ന് ഓർക്കണം, കുഞ്ഞിനെയും വയറ്റിലിട്ട് കാത്തിരിക്കുന്ന ഒരു ഭാര്യ ഭർത്താവിന്റെ ചെറിയൊരു കരുതൽ പ്രതീക്ഷിക്കും. പ്രത്യേകിച്ച് സങ്കടങ്ങളോ തളർച്ചയോ വരുമ്പോ അത് കൂടുതലായിട്ട് ആഗ്രഹിക്കും. ഞാനൊന്ന് വീണപ്പോ ഓടി വരുവോ സമാധാനിപ്പിക്കുകയോ ചെയ്യാത്തത് പോവട്ടെ, ആ രാത്രി വരിൽ നിന്നെങ്കിലും ഒരു വാക്ക് അതെങ്കിലും ആവായിരുന്നു.